ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇനി ഇവരിങ്ങനെ സംസാരിച്ചു തീറ്റിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞേക്ക്, അതുപോലെ ചെയ്തേക്കാം. ഒന്നുകൂടി വ്യക്തമാക്കാം. ഞാൻ എത്ര രൂപ തരണം? സാറ് തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾ അവിടുന്ന് എഴുന്നേക്കണം. മിസ്റ്റർ. എന്റെ പേര് ബാലകൃഷ്ണൻ. രാജ്യം നശിച്ചാലും ജനങ്ങൾ മരിച്ചാലും പണം മാത്രം കിട്ടിയാൽ മതി എന്ന് കരുതുന്ന ഒരു എഞ്ചിനീയറല്ല ഞാൻ. അങ്ങനെയുള്ള മഹാന്മാരുണ്ടെന്ന് എനിക്കറിയാം. അവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചത് ഇപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പോകാം. പക്ഷേ സാറ് തന്നെ സർട്ടിഫിക്കറ്റ് എന്റെ ഓഫീസിൽ കൊണ്ട് തരും. അതിന്റെ സൂത്രം എനിക്ക് മനസ്സിലായില്ലല്ലോ. മന്ത്രവാദോ മാജിക്കോ? അത് കാണുമ്പോ മനസ്സിലായിക്കോളൂ. നിങ്ങൾ പണക്കാരനാണല്ലോ. പോരെങ്കിൽ മന്ത്രിതലത്തിൽ സ്വാധീനമുണ്ട്. ഈ ചെറിയ കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നാ കരുതിയിരുന്നത്. അവർ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു പാലത്തിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എഴുതി തരാതെ ഉദ്യോഗത്തിൽ തുടരാൻ നിവൃത്തിയില്ലെന്ന് വന്നാൽ എന്റെ ഉദ്യോഗം തന്നെ മുഖത്തെ ഞാൻ വലിച്ചെറിയും. എന്നാൽ ധരിക്കാൻ സർട്ടിഫിക്കറ്റ് അല്ല. അണ്ടർസ്റ്റാൻഡ്? ഗെറ്റ് ഔട്ട്. കളവ് പോകുന്നവരെ സൂക്ഷിക്കണേ വേണോട്ടാ. അവരെന്താ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഏത് സമയത്ത് എവിടെയാണ് ഓടിക്കേറി വരുന്നതെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. സർവത്ര ഭരണമല്ലേ. നമ്മളെ ഒരുമിച്ച് കണ്ടാ മതി, ഉടനെ അമ്മയടുത്ത് വിസ്താരം തുടങ്ങും. വേണുവേട്ടന്റെ മുഖത്ത് പോലും നോക്കരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അമ്മാവനെതിരില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ പാവല്ലേ വേണുവേട്ടാ. ഈ അമ്മയാണൊരു നാശം. വേണുവേട്ടൻ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുന്നത് പോലും അമ്മയ്ക്കെതിരാ. ആരെതിർത്താലും രാധേച്ചെന്നെ ഇഷ്ടമാണെങ്കിൽ. അനാവശ്യം പറയുന്നു. അടിച്ചു കർമ്മത്തെ പല്ലെടുത്ത് കളഞ്ഞാൽ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? എടിയോ? എടി പൊടി എന്നൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ പറ്റില്ല. എന്താ മോളെ, എന്തുണ്ടായി? ആന്റി, ഇയാൾ എന്നെ എടി പെണ്ണേന്ന് വിളിച്ചിരിക്കുന്നു. എടിയെന്ന് വിളിക്കാൻ ഇയാൾ എന്റെ ആരാ? അടങ്ങ് മോളെ, ഞാൻ ചോദിക്കാമല്ലോ. എന്താടാ ഉണ്ടായത്? എടി പെണ്ണെന്നൊന്നും ഞാൻ വിളിച്ചില്ല. ആഹാ, വിളിച്ചില്ലേ? മോളോട് സമാധാനമായിട്ട് നിൽക്കാൻ പറഞ്ഞില്ലേ? താൻ പിന്നെ എന്താ വിളിച്ചത്? ചീത്തയൊന്നും വിളിച്ചില്ല. എടി പെണ്ണെ, അടുക്കളയിൽ നിന്നുണ്ടോ ഒരു പുതിയ പരിഷ്കാരം? ആകെ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. എന്താ കാര്യം? ഇതാ ഞാൻ ചോദിച്ചത്. അത് അങ്ങോട്ട് ചെന്ന് ചോദിക്കണം. അതിന് എന്നെ എടിയെന്ന് വിളിക്കുന്ന എന്തിനാ? പോട്ടെ, സാരമില്ല, ക്ഷമിച്ചു വേള മോളെ. താനെങ്ങോട്ടാ? ഞാൻ എസ്റ്റേറ്റിൽ പോയി ഇറങ്ങിയതാ. എങ്കിൽ പോണം. പോകാനാണ് പറഞ്ഞത്. മോളെ, ആൺകുട്ടികളോട് ഇങ്ങനൊന്നും സംസാരിക്കരുത്. എനിക്ക് ആ ജന്തുവിന് ഇഷ്ടമേ അല്ല. ജന്തുവോ? അങ്ങനെയൊന്നും പറയരുത്. വീട്ടിൽ ഗതിയില്ലാത്തതുകൊണ്ട് നാണമില്ലാതെ ഇവിടെ വന്ന് കിടക്കുന്നു. ശാപം. നോ 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 നോ, പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കരുത് കേട്ടോ. വരൂ, കമാൺ. An early reply will highly be appreciated. Yours truly, etc. etc. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനാണ് വേഗം ടൈപ്പ് ചെയ്തോണ്ടിരും. Excuse me, sir. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ എനിക്ക് തലവേദന ഉണ്ടാക്കില്ല. എല്ലാം ഭംഗിയായിരിക്കുന്നു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു, സർ. എനിക്ക് അത്ഭുതം തോന്നുന്നു. അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാര്യം? അവൾ മിടിക്കുക മോളെ. ഇന്നാണ് അതെനിക്ക് മനസ്സിലായത്. നമ്മുടെ ബാലന് ചേരും. മോൾ എന്ത് പറയുന്നു? അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊരു നല്ല കാര്യമാണെന്നാ എനിക്കും തോന്നുന്നത്. ബാലനോട് കൂടി ഒന്ന് ചോദിക്കണ്ടേ? അവനോട് എന്ത് ചോദിക്കാനാ? ഞാൻ തീരുമാനിക്കും, അവൻ അനുസരിക്കും. അല്ലാതെന്താ? തമ്പിയോട് ഇന്നെ സംസാരിച്ചാലോ? അത് വേണ്ട അമ്മേ. ബിന്ദുവിന്റെ അച്ഛനോട് ഞാനിത് പറയാം. അങ്ങനെ അദ്ദേഹം വഴി അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ ആലോചന. അതല്ലെന്നോ നമുക്ക് അന്തസ്. വെരി ഗുഡ്. നീ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ലല്ലോടി. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ. അങ്ങനെ തന്നെ മതി.
എന്നെ കണ്ടാ സാറ് മൂഡൌട്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും വരാതെ നിവൃത്തിയില്ല. ഞാനിന്നൊന്നും കഴിച്ചിട്ടില്ല. എനിക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരുമോ സാർ? അതിന് ഇത് ഹോട്ടലൊന്നും അല്ല. ഹോട്ടൽ അല്ലെങ്കിൽ ഒരു വീട്ടിലല്ലേ സാർ? അല്ല, വീടല്ലേ സാർ? ഇവിടെ ആരുമില്ല, എല്ലാരും വെക്കേഷന് പോയിരിക്കുക. ഞാൻ ആഹാരം കഴിക്കുന്ന പോലെ ഹോട്ടലിൽ നിന്നാ. അയ്യോ സാർ, സാറ് ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്? നല്ല വയറല്ലേ സാർ? എന്തിനാ അത് കേടാക്കി കളയുന്നത്? സാറിന് നല്ല ഒന്നാന്തരം ചാപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. ഈ സുഗുണേന്ദ്രൻ ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട, ഇവിടെ പാചകക്കാരൊക്കെ ഉണ്ട്. വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുമ്പോ അവരൊക്കെ വന്നോളൂ. അവര് വന്നോട്ടെ സാർ, അതുവരെ ഞാൻ പാചകം ചെയ്യാം. അതുകൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ്. ഒന്ന്, സാറിന് നല്ല ആഹാരം കഴിക്കാം. രണ്ട്, അത്രയും ദിവസമെങ്കിലും എനിക്ക് പട്ടിണിയില്ലാതെ കഴിയാം. മൂന്ന്, സാറിന് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും തന്നാൽ അതെനിക്ക് വീട്ടിലോട്ട് അയക്കാം. തൊഴിലില്ലാത്ത ഒരു അഭ്യസ്ത വിദ്യന്റെ ദയനീയമായ അപേക്ഷയാണ് സാർ. സാർ എന്നെ കൈവടിയരുത്. അതിരിക്കട്ടെ, തനിക്ക് പാചകം ചെയ്യാൻ അറിയോ? എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ തീരെ ശരിയായില്ല. സാർ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ നല്ല ഒന്നാന്തരം പാചകക്കാരനാണ് സാർ, അവാർഡ് പാചകക്കാരൻ. പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്കത് ഇതുവരെ കിട്ടിയില്ല. ശരി, തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യം. വാ, മതി മതി, തൊഴിൽ മതി, വാ. ആ, ഇതാണ് അടുക്കള. വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. വൈകിട്ടത്തെ ആഹാരം ശരിയാക്ക്. ചോറും കറിയും മതിയല്ലോ സാർ? മതി. ഊണ് മോശമാണെങ്കിൽ അപ്പ സ്ഥലം വിട്ടോണം. ഓക്കെ? ഓക്കെ സാർ. സാറ് ബാക്കി മുറികളെല്ലാം പൂട്ടിയിട്ട് വയ്ക്കുള്ളൂ. തിരിച്ചു വരുമ്പോഴേക്കും അത്താഴം റെഡി. ശരി. ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ പാചകം ചെയ്യും? എന്റെ ഗുരുവായൂരപ്പാ, ഈ പരീക്ഷണത്തിൽ നീ എന്നെ കൈവിടരുതേ. നിന്റെ അച്ഛന്റെ കൈയും പിടിച്ച് ഞാൻ പാലക്കയെ കൂടെ വരികയായിരുന്നു. നടുക്കി വന്നപ്പോ നിന്റെ അച്ഛനെ കാല് തെറ്റി പൊത്തോന്നൊരു വീഴ്ച. എന്നെ രക്ഷിക്കണം, ഈശ്വരനോട് തന്നെ രക്ഷിക്കണം. ആരാ? ഞാൻ സുഗുണേന്ദ്രൻ. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല, ഉണ്ടാകും. അതിനു മുമ്പ് എന്നെ രക്ഷിക്കണം. ഞാനൊരു BSc-കാരനാണ്, തൊഴിലില്ല. 5 സഹോദരിമാരുണ്ട്. അമ്മയ്ക്ക് വാദം. അച്ഛൻ വേറെ പെണ്ണ് കെട്ടി മൂലമറ്റത്തേക്ക് പോയി. എന്നെ കൈവിടരുത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. താനും ഏതാദ്യം പറയണമെന്ന് ഒരു നിശ്ചയമില്ല അമ്മജി. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ആ ബംഗ്ലാവിൽ നിന്ന്. അവിടുത്തെ അരിവെപ്പുകാരനായിട്ട് ഇപ്പൊ ഒരു നിയമനം കിട്ടി. ആ തൊഴിൽ മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അതൊന്ന് പഠിപ്പിച്ചു തരണം. പഠിപ്പിച്ചു തരാനോ? അത് കൊള്ളാം. ഇന്ന് രാത്രിയിലത്തെ ഊണ് കലക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ തട്ടിയും മുട്ടിയൊക്കെ ഞാൻ നിന്നോളാം. ഈശ്വരനെ വിചാരിച്ച് എന്നെ കൈവിടരുത് അമ്മജി. എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയ്യോ, കാലെവിടെ പോയി അമ്മജി? ഒരു കാറപകടത്തിൽ മുറിഞ്ഞു പോയി മോനെ. ഈ കൊച്ചിനോ? എനിക്ക് കാലുണ്ട്. ഓ ദൈവാധീനം, ഒന്ന് സഹായിച്ച കുഞ്ഞെ, മോക്ഷം കിട്ടും. പിന്നെ വേറൊന്നും വേണ്ടേ? അമ്മേ, അമ്മയുടെ മകനാണെന്ന് കരുതിയാ മതി അമ്മേ. എന്റെ ശരീരത്തിൽ ചോരയില്ല അമ്മേ. ആശുപത്രിയിൽ ചെന്ന് ചോര വിറ്റാണമ്മേ ഓരോ സ്ഥലത്തും ഇന്റർവ്യൂവിന് പോകാനുള്ള പണം ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവസാനത്തെ പ്രാവശ്യം ചോര വിൽക്കാൻ ചെന്നപ്പോ ഡോക്ടർ എന്നെ പിടിച്ച് ആശുപത്രി കിടത്തി. ശരീരത്തിൽ ചോരയില്ല അമ്മേ. അവിടുന്ന് ഒളിച്ചോടി പോന്നവനാണ് അമ്മേ ഞാൻ. ഈ അരിവെപ്പ് ജോലിയെങ്കിലും എനിക്ക് കിട്ടിക്കോട്ടെ അമ്മേ. ഒന്ന് സഹായിക്കാൻ പറയാമേ. മോളെ, വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനല്ലേ, ഒന്ന് സഹായിച്ചു കൊടുത്തേര്. അരിവെപ്പുകാരനായിട്ടെങ്കിലും ജീവിച്ചോട്ടെ. അത് ശരിയാണോ അപ്പച്ചി? വല്ലവരുടെ അടുക്കള കയറി അവരറിയാതെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മോളെ? എന്നാലും അവരറിഞ്ഞ മോശമല്ലേ അപ്പച്ചി? അവരറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. സാറ് കളി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ കുഞ്ഞിരിഞ്ഞ് പോരാം. ഒന്ന് സഹായിക്കുഞ്ഞേ പ്ലീസ്. ചെല്ല് മോളെ, ഇനി എന്തായാലും മടിയൊന്നും പറയണ്ട, ചെല്ലേ. എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. എന്നാലും അപ്പച്ചി നിർബന്ധിക്കുന്നോണ്ട് ഞാൻ പോകാം. ഓ എന്റെ ഗുരുവായൂരപ്പാ, വന്നട്ടെ കുഞ്ഞെ, വന്നട്ടെ. ചെല്ലേ. കുഞ്ഞെ, അവിയൽ നീ കായ എങ്ങനെ എരിയും? തൊലി കളഞ്ഞ് ഇത്രേശ നീളത്തിൽ കഷ്ണിച്ചെടുക്കും. അരി എന്തോ നോക്കൂ. കുഞ്ഞു തന്നെ നോക്കിയാട്ടെ. ഇച്ചിരൂടെ വേകണം. വേവട്ടെ വേവട്ടെ. സുഗുണേന്ദ്ര,
താൻ ആള് കൊള്ളാലോടോ. സമയം തീരെ ഇല്ലാതെ പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയൊക്കെ. ഇനിയും വിഭവങ്ങളോ? ഇത് തന്നെ വളരെ കൂടുതൽ. എല്ലാം തിടുക്കത്തിലായിരുന്നു. കറികളൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ഇതിനേക്കാൾ നല്ല കറികളോ? ഉഗ്രൻ ഉഗ്രൻ. അത് സാർ ഒരു തങ്ങാക്ക് പറഞ്ഞാണെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല സുഗുണേന്ദ്രൻ, ഇത്രയും നല്ല കറികൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. എന്തൊരു സ്വാദാണ്. സാറിന്റെ സന്മനസ്. ഏതായാലും അമ്മ വരുന്നവരെ ഈ പരിപാടി അങ്ങ് നീങ്ങട്ടെ. ബാക്കി കാര്യം അത് കഴിഞ്ഞാലോചിക്കാം. ആളൊരു പാവാണെന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട് ബോംബെയിലുള്ള എന്റെ മോൻ ശ്രീധരനെ പോലിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അയാൾക്ക് ശ്രീയേട്ടന്റെ മുഖച്ചായുണ്ട്. ആ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം വേഷം കെട്ടണം. മോള് കിടക്കുന്നില്ലേ? നേരം ഒത്തിരിയായി.